ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള കമ്പനിയായിട്ടുള്ള ജിയോ ഫിനാൻഷ്യൽ സർവീസസ് അംബാനി ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഈ കമ്പനിയും അമേരിക്കയിലെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് ഫേമും 13.6 ട്രില്യൺ US$ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന ഏറ്റവും വലിയ അമേരിക്കൻ കമ്പനിയും കൂടി കൈകോർത്ത് നമ്മുടെ മുന്നിലോട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ആക്റ്റീവ് മാനേജ്മെന്റ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത്. ഓൾറെഡി പല ടൈപ്പ് ഓഫ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകൾ ഒരുപക്ഷെ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവാം. ഇങ്ങനെയുള്ളവര് ഈ ഫണ്ടിൽ ഇനി അഡീഷണൽ ആയിട്ട് ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണോ? ഓൾറെഡി ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുന്നത് വർത്താണോ? ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 5 കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. സോ നമ്മൾ ജിയോ ഫിനാൻസ് സർവീസ് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് വളരെ ഷോർട്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ കമ്പനി ഇൻഫർമേഷൻ ആണ് നമ്മുടെ മുന്നിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇവർ അവതരിപ്പിക്കുന്ന ഈ ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് ഇന്ന് ഓൾറെഡി മാർക്കറ്റിലുള്ള 20-25ഓളം തരത്തിലുള്ള ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുണ്ട്. പക്ഷെ അതിൽ ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുറച്ച് ഫണ്ടുകളുമായിട്ട് നമ്മൾ ഈ ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിനെ ഒന്ന് കമ്പാരിസൺ ചെയ്യുന്നു, ടെക്നിക്കൽ കമ്പാരിസൺ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ ഫണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഇവരുടെ കയ്യിലുള്ള ഒരു ടെക്നോളജി, അല്ലെങ്കിൽ എന്താണ് ഇവർ മറ്റ് ഫണ്ടിനേക്കാളും ഇവരെന്താണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എന്നുള്ളത് നോക്കുന്നു. നാലാമത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇവർ ഓൾറെഡി ഈ സ്പേസിൽ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനി ഓൾറെഡി പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇന്ത്യൻ ബേസ്ഡ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. BGF ഇന്ത്യ എന്ന് പറയും, എമർജിംഗ് മാർക്കറ്റ് ഫണ്ട് എന്ന് പറയും. ഇതിൻ്റെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? ഇതേ പെർഫോമൻസ് ആയിരിക്കുമല്ലോ ഏകദേശം ഇനി പുതിയ ഫണ്ടുകളിലും വരാൻ പോകുന്നത്. ഇനി അഞ്ചാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ഈ ഫണ്ട് ഏൽപ്പിക്കുന്നത് ഒരു ഫണ്ട് മാനേജറുടെ കയ്യിലാണ്. ആ ഫണ്ട് മാനേജറുടെ ട്രാക്ക് റെക്കോർഡ്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്താണ് അവരുടെ എക്സ്പീരിയൻസ്. ഈ പ്രധാനപ്പെട്ടിട്ടുള്ള 5 കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണോ, നമ്മുടെ കയ്യിലുള്ള ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് നമ്മൾ മാറ്റണോ, അതിൽ നിന്ന് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്യണോ, അവിടെ SIP സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റണോ. ഇത്തരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും ഇത് മനസ്സിലാക്കുന്നതിലൂടെ നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസ്. ഈ കമ്പനിയെ ബാക്ക് ചെയ്യുന്നത് നമുക്കറിയാം റിലയൻസ് ഗ്രൂപ്പാണ്, അംബാനി ഗ്രൂപ്പിലാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നർത്ഥം. ഇത് കൊടുക്കുന്ന ഈ കമ്പനിയുടെ സർവീസുകൾ, ഈ സർവീസ് വഴിയാണ് ഇതിൻ്റെ ലാഭം അല്ലെങ്കിൽ വരുമാനം കണ്ടെത്തുന്നത്. ഫിനാൻഷ്യൽ സർവീസുകൾ കൊടുക്കുന്നുണ്ട്, പേയ്മെൻറ്റ് റിലേറ്റഡ് സർവീസ് കൊടുക്കുന്നുണ്ട്, ഇൻഷുറൻസ് ബ്രോക്കിംഗ് സർവീസ് കൊടുക്കുന്നുണ്ട്, ലെൻഡിങ് സർവീസ് കൊടുക്കുന്നുണ്ട്. ഈ 4 സർവീസുകളിലൂടെയാണ് മേജറായിട്ട് ഇതിൻ്റെ വരുമാനം കണ്ടെത്തുന്നത് എന്നർത്ഥം. ഇനി ഈ ജിയോ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്ന കമ്പനിക്ക് അണ്ടറിൽ അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡി ആയിട്ട് 2 കമ്പനികളുണ്ട്. ഒന്ന് ജിയോ ഫിനാൻസ് എന്ന് പറയും, അത് ഒരു NBFC കമ്പനിയാണ്. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. ജിയോ പേയ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടും ഇതിൻ്റെ ഇടയിൽ ഒരു കമ്പനി വരുന്നുണ്ട്. അപ്പോൾ ജിയോ ഫിനാൻഷ്യൽ സർവീസിൻ്റെ അണ്ടറിൽ 2 കമ്പനികൾ ഉണ്ട് എന്നർത്ഥം. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പല പത്രങ്ങളിലും മീഡിയാസുകളിലും ന്യൂസുകളിലും ഒക്കെ പ്രധാനമായിട്ടും കേട്ടിട്ടുണ്ടായിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിലായിരുന്നു 17.8% ഷെയർസ് ഉണ്ടായിരുന്നത്. ആ ഷെയർസ് ജിയോ പേയ്മെന്റ് ബാങ്കിന്റെ ഷെയർസ് ആയിരുന്നു. ആ ഷെയർ എന്ത് ചെയ്തു? ജിയോ ഫിനാൻസ് സർവീസ് എന്ന് പറയുന്ന കമ്പനി തിരിച്ചെടുത്തു. വേറെ ആളുടെ കയ്യിൽ കിടക്കുന്ന ഷെയർ ആ കമ്പനി തന്നെ തിരിച്ചു വാങ്ങിക്കുക, ബൈബാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഫിനാൻസ് അത്രയും സ്ട്രോങ് ആണ് എന്നർത്ഥം. 2025 ജിയോ ഫിനാൻസ് കമ്പനിയുടെ AUM അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 10,000 കോടിയായിരുന്നു. എന്നാൽ ഇത് ജിയോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് കൈകോർക്കുന്ന സമയത്ത് ഇതിൻ്റെ AUM അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 17,800 കോടിയായിരിക്കും. ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആണ് ജിയോ ഫിനാൻസ് സർവീസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് എന്നർത്ഥം. നമ്മുടെ സെക്കൻഡ് കമ്പനി ബ്ലാക്ക് റോക്ക്.
നമുക്കറിയാം ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ ദിവസവും പെരുമാറുന്ന ആളുകൾ കേട്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത്. അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റിനെ മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ അസറ്റ് മാനേജ് ചെയ്യുന്ന കമ്പനിയാണ് ബ്ലാക്ക് റോക്ക്. ബ്ലാക്ക് റോക്കിന്റെ വരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എത്ര കോടിയോളം രൂപയാണ് അത് കൈകാര്യം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 13.5 ട്രില്യൺ US$. ഇത്രയും വലിയ ഒരു അസറ്റ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനി ആയിട്ടുള്ള അമേരിക്കയിലുള്ള ബ്ലാക്ക് റോക്കും ഇന്ത്യയിലെ റിലയൻസ് ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ജിയോയും കൂടി കൈകോർക്കുമ്പോൾ രണ്ട് രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച കമ്പനികൾ ഒന്നിച്ചെത്തുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒരു ഡൗട്ടും ഇല്ല, നമുക്ക് പറയാൻ പറ്റും ജിയോ ഫിനാൻഷ്യൽ സർവീസ് കമ്പനി എന്ന് പറയുന്നത് ഒരു ടോപ്പ് കമ്പനിയാണ്. ഇതുവരെയുള്ള പെർഫോമൻസ് ഇസ് അമേസിംഗ്. ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത് ഇത്രയും ട്രില്യൺ AUM കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ടോപ്പ് കമ്പനി. സോ ഈ രണ്ട് കമ്പനിയും കൂടി കൈകോർക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതൊരു ബിഗ്ഗസ്റ്റ് ഒരു ജോയിന്റ് വെഞ്ചർ തന്നെയാണ്. കാരണം 50:50 റേഷ്യോയിലാണ് രണ്ടുപേരും ഇതിനകത്തോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി നമ്മുടെ അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഈ കമ്പനിയുടെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നമ്മൾ മനസ്സിലാക്കുന്നു. എന്താണ് ഈ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ്? നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ എങ്ങനെയാണ് മറ്റു മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് ഈ ഫണ്ടിന് ഉള്ളത് എന്നും, അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു ഫണ്ടുകളുമായിട്ട് നമ്മൾ ഇതിനെ കമ്പാരിസൺ നടത്തുന്നു. TER എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ. ഈ ഫണ്ട് മാനേജ് ചെയ്യുമ്പോൾ ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് AMCക്ക് ഒരു ചെലവ് വരുന്നുണ്ട്. ആ ചെലവ് മറ്റു മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എൻ്റെ സ്ക്രീനിൽ ഫസ്റ്റ് കാണുന്നത് JM ഫ്ലെക്സി ക്യാപ്പ്. ഈ JM ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 0.55ന്റെ അടുത്താണ്. കോണ്ട് ഫ്ലെക്സി ക്യാപ്പിൻ്റെത് ഏകദേശം 0.66 ആണ്. HDFC ഫ്ലെക്സി ക്യാപ്പിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ് ഏറ്റവും കൂടുതലുള്ളത്, 0.70ക്ക് അടുത്ത്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ്, എല്ലാവരുടെയും വൺ ഓഫ് ദ ഫേവറേറ്റ് ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ്. അത് വരുന്നത് 0.6364 റേഞ്ചിലാണ്. ജിയോ ബ്ലാക്ക് റോക്ക് 0.50 ആണ്. സോ ഈ ചാർട്ടിൽ നിന്ന് വളരെ ക്ലിയർ ആണ്, ഏറ്റവും താഴെ നിൽക്കുന്ന ഈ ജിയോ ബ്ലാക്ക് റോക്കിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ കോസ്റ്റ് കുറവുള്ളത് ജിയോ ബ്ലാക്ക് റോക്കിനാണ്. ഇത് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ല നമുക്ക് പറയാൻ പറ്റും ജിയോ ബ്ലാക്ക് റോക്കിൻ്റെ ഒരു ഹൈലൈറ്റ് പോയിന്റ് ആണ്. മറ്റേത് മ്യൂച്വൽ ഫണ്ട് എടുത്താലും അതിന് എക്സ്പെൻസ് കൂടുതലാണ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പോക്കറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന കമ്പനിക്ക് കൊടുക്കുന്ന ചെലവാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അത് എക്സ്പെൻസ് റേഷ്യോ ജിയോ ബ്ലാക്ക് റോക്കിന് കുറവാണ് എന്നുള്ളത് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയമില്ലാതെ ജിയോ ബ്ലാക്ക് റോക്കിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് പോയിന്റ് തന്നെയാണ്. എക്സ്പെൻസ് റേഷ്യോ മാത്രം വെച്ചുകൊണ്ട് ഒരിക്കലും നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിനെ മറ്റു മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഒരുപാട് മറ്റു പാരാമീറ്റേഴ്സ് വേണം. സോ ഞാനിവിടെ പ്രധാനമായിട്ടും എടുത്തിരിക്കുന്നത് 5 കാര്യങ്ങൾ, 5 കീ പോയിന്റ്സ് ആണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റിലുള്ളത് കോസ്റ്റ് എഫിഷ്യൻറ്റ്. എക്സ്പെൻസ് റേഷ്യോ കൂടുമ്പോൾ കോസ്റ്റ് എഫിഷ്യൻസി കുറയും. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ തൊട്ട് മുന്നേ കണ്ടു കഴിഞ്ഞു, ഏറ്റവും കുറവ് എക്സ്പെൻസ് റേഷ്യോ ഉള്ളത് ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടിനാണ്. അപ്പോൾ കോസ്റ്റ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ജിയോ ബ്ലാക്ക് റോക്ക് ഫണ്ടിന് തന്നെയാണ്, അതിൽ ഒരു സംശയമില്ല. സോ കോസ്റ്റ് എഫിഷ്യൻറ്റ് വൈസിൽ ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്നത് ജിയോ ബ്ലാക്ക് റോക്കാണ്. ഈ ബ്ലൂ കളറിൽ കാണിക്കുന്ന ലൈൻ കോസ്റ്റ് എഫിഷ്യൻറ്റ്. രണ്ടാമത്തെ 5 വർഷത്തെ റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു ഫണ്ടുകൾ കാണാൻ പറ്റും. കാരണം ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ട് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തൊരു ഫണ്ടാണ്. സോ നമുക്ക് ഒരു 5 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ഈ ഫണ്ടിനില്ല. ഈ ഫണ്ട് മാർക്കറ്റിൽ വന്ന് ഇതെങ്ങനെ ആണ് ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ 5 വർഷത്തെ ഒരു ഡാറ്റ ഇല്ല. പക്ഷെ ഞാനിവിടെ അതിൻ്റെ ഒരു പെർഫോമൻസ് കമ്പാരിസൺ വേണ്ടി വെച്ചു എന്നുള്ളതേ ഉള്ളൂ. മറ്റു മ്യൂച്വൽ ഫണ്ടുകളെല്ലാം തന്നെ 5 വർഷത്തെ ഒരു പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ 1 to 5 എന്ന് പറയുന്ന സ്കോറാണ് ഇവിടെ കാണിക്കുന്നത്. ആ സ്കോറിൽ ഏകദേശം 5 സ്കോർ ടോപ്പ് പെർഫോമിംഗ് തന്നെയാണ് മറ്റ് മ്യൂച്വൽ ഫണ്ടുകളെല്ലാം. ഒരു 5 years പീരീഡാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു ക്രാഷ് വന്നു, ഡെഫിനറ്റ്ലി നമ്മളെല്ലാം ആലോചിക്കുന്നുണ്ടായിരിക്കും ഇതിൽ കുറച്ചെങ്കിലും ഒരു ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ കൊടുത്ത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പാണ്. അതേപോലെ HDFC ഫ്ലെക്സി ക്യാപ്പ് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. കോണ്ടും JMഉം
വളരെ കൂടുതൽ ബീറ്റൺ ഡൗൺ ചെയ്യപ്പെട്ട ഫണ്ടുകളാണ്. ഷോർട്ട് ടേമിലോട്ടുള്ള നോയ്സ് ആണ്. പക്ഷെ അത് ആലോചിക്കുക, ഇത് 5 ഇയേഴ്സിലെ ഗ്രോത്ത് റേറ്റ് എടുക്കുമ്പോഴാണ്. ഈ ലോങ് ടേം എഫക്ട്സിൽ വരുമ്പോൾ മൊമെൻറ്റം വരുന്ന സമയത്ത് ഈ കോണ്ടും GM ഒക്കെ പെർഫോം ചെയ്യും. മൊമെൻറ്റം ഇല്ലാത്ത സമയങ്ങളിൽ വളരെ പെർഫോമൻസ് മോശമാകുന്ന ഫണ്ടുകളാണ് ജനറലി കോണ്ടും GM. ഇനി റിസ്ക് കൺട്രോൾ, റിസ്കിനെ കൂടുതൽ മാനേജ് ചെയ്യുന്നത്. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാം, ഒരു ഡൗൺ സൈഡ്, ഒരു മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലോട്ട് പോകുന്ന അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗണിലോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ പ്രൊട്ടക്ഷൻ തരുന്ന ഫണ്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് 2 ഫണ്ടുകളാണുള്ളത്. ഈ ഉയർന്നു നിൽക്കുന്ന 2 ഫണ്ടുകൾ HDFCയും പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടുകളുമാണ്. ഈ റിസ്ക് കൺട്രോൾ അപ്പറ്റൈറ്റ് ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് നോക്കുന്ന സമയത്ത് ജിയോ എന്ന് പറയുന്നത് കോണ്ട് ആൻഡ് JM ഫ്ലെക്സി ക്യാപ്പിൻ്റെ കോണ്ട് ആൻഡ് JM ഫ്ലെക്സി ക്യാപ്പിൻ്റെ സെയിം ലെവലിലാണ് റിസ്ക് കൺട്രോൾ വൈസിൽ വരുന്നത്. ഇനി 5ാമത്തെ പോയിന്റ് ഇന്നൊവേഷൻ. നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡീപ്പ് ലേണിങ്ങിൻ്റെയും മെഷീൻ ലേണിങ്ങിൻ്റെയും ഇത്രയും സാങ്കേതിക വിദ്യകൾ നിൽക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മൾ ഡേ ടു ഡേ വർക്കിലും ഈ ടെക്നോളജി നമ്മൾ കൊണ്ടുവരണം. സോ ഇങ്ങനെ ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ജിയോ ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്നത്. ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്, ദറ്റ് ഇസ് കാൾഡ് അലാദ്ദീൻ. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ അലാദ്ദീൻ, ഈ ലേറ്റസ്റ്റ് ടെക്നോളജി ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവരുടെ, അതായത് ജിയോ ബ്ലാക്ക് റോക്ക് മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ അടുത്താണ് ബാക്കി കമ്പനികൾ അപേക്ഷിക്കുന്ന സമയത്ത്. സോ കോണ്ട് ഫ്ലെക്സി ക്യാപ്പും ചില ടാക്ടിക്സുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഓവറോൾ ഹിയർ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ജിയോ ആണ്. ബാക്കി എല്ലാവരും ഒരു ട്രഡീഷണൽ ഫണ്ട് മാനേജ്മെൻറ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. ഇനി ട്രസ്റ്റ് ആൻഡ് ട്രാക്ക് റെക്കോർഡ്. ജനങ്ങളുടെ ഇടയിൽ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഇത്രയും മ്യൂച്വൽ ഫണ്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ട്രാക്ക് റെക്കോർഡ്, ഒരു ട്രസ്റ്റ് കൊണ്ടുവന്നത് 2 മ്യൂച്വൽ ഫണ്ടുകളാണ്. മെയിനായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നത് ഒന്ന് HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടും. ഈ 2 കളറിൽ വരുന്നത് HDFC ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് ഗ്രീൻ കളറിലും ഓറഞ്ച് കളറിൽ വരുന്നത് നമ്മുടെ പരാഗ് പരീഖ് ഫ്ലെക്സി. ഈ 2 ഫണ്ടുകളാണ് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ സർവേ റിസൾട്ടുകൾ നോക്കിക്കഴിയുമ്പോൾ ഏറ്റവും ഫേവറേറ്റ് ഫണ്ടുകളായിട്ട് നിൽക്കുന്നത്. മറ്റ് ഫണ്ടുകളെല്ലാം തന്നെ അതിൻ്റെ താഴെയാണ്. ജിയോക്ക് നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഹിസ്റ്ററി ഇല്ല എന്നർത്ഥം. ഈ 5 കാര്യങ്ങൾ നോക്കുമ്പോൾ ജിയോ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത്, ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ്പിനെ ഏറ്റവും അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നത് 2 കാര്യങ്ങളിലാണ് ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ്പ് ടോപ്പായിട്ട് നിൽക്കുന്നത്. ഒന്ന്, ഇതിൻ്റെ കോസ്റ്റ് എഫിഷ്യൻ്റ് ഇത് ടോപ്പാണ്, ഈ ബ്ലൂ കളർ വരുന്നത്. രണ്ടാമത് വരുന്നത് ഇന്നൊവേഷൻ, ടെക്നോളജികൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നു. ഈ 2 കാര്യങ്ങളിലാണ് ഇപ്പോൾ ഇതുവരേക്കുള്ള കമ്പാരിസണിൽ നമുക്ക് ജിയോ ബ്ലാക്ക് റോക്ക് ഉയർന്നു നിൽക്കുന്നു എന്ന് പറയാൻ കാരണം 5 ഇയർ റിട്ടേണോ റിസ്ക് കൺട്രോളോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് റെക്കോർഡ്സോ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫണ്ടുകൾക്ക് ഇപ്പോൾ നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം അതിൻ്റെ NFO ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഫണ്ട് മാർക്കറ്റിൽ വന്ന അതിൻ്റെ ഒരു ബിഹേവിയർ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്നർത്ഥം. ഇനി 3ാമതായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി വർക്ക് ചെയ്യുന്ന അലാദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. നമുക്കറിയാം ടെക്നോളജി ഇന്നൊവേഷൻ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ അനലിറ്റിക്സ്, ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവരുടെ ഏറ്റവും ബാക്ക്ഡ് ആയിട്ടുള്ള, ഇവരുടെ പ്രൊപ്പറേറ്ററി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റമാണ് അലാദ്ദീൻ എന്ന് പറയുന്നത്. ഈ അലാദ്ദീൻ പ്ലാറ്റ്ഫോം എന്താണ്? ഇതാണ് ഇവരുടെ ഇന്നൊവേഷൻ. ഈ ഇന്നൊവേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു? SAE ബൈ അലാദ്ദീൻ എന്ന് പറയും. എന്താണ്? ഡാറ്റ അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ്, മെഷീൻ ലേണിംഗ്, ഇത്രയും ടെക്നോളജികൾ കൊണ്ടുവന്ന് ഇവർ ലോകത്തിന് മുന്നിൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അലാദ്ദീൻ എന്ന് പറയുന്നത്. അലാദ്ദീൻ ബൈ ബ്ലാക്ക് റോക്ക് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഈ ടെക്നോളജി എങ്ങനെ വർക്ക് ചെയ്യുന്നു? സാധാരണ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപഴകുന്ന ആളുകൾക്ക് അറിയാം, നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്ന ചില ഇമോഷൻസ്, ചില സ്റ്റോക്സുകൾ കാണുമ്പോൾ നമ്മൾ വാങ്ങാനും അല്ലെങ്കിൽ ചില വാല്യൂ കാണുമ്പോൾ നമ്മൾ വിൽക്കാനും ഒക്കെ ഉള്ള നമുക്ക് ഒരു ഹ്യൂമൻ ബിഹേവിയർ ഉണ്ട്. ആ ഹ്യൂമൻ ബിഹേവിയറാണ് ആക്ച്വലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്നത്.
പക്ഷേ ഇതൊരു മെഷീൻ ഏറ്റെടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ ഹ്യൂമൻ ഇമോഷൻസ് വരുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഹ്യൂമൻ ഇമോഷൻസ് ഒഴിവാക്കിക്കൊണ്ട് ഡാറ്റകളുടെ സഹായത്തോടു കൂടി ആ റിസ്കിനെ മാനേജ് ചെയ്യുകയും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നു. എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ? ഒരു സ്റ്റോക്ക് വാങ്ങണോ, ഒരു സ്റ്റോക്ക് വിൽക്കണോ, എപ്പോൾ വാങ്ങണം, എപ്പോൾ വിൽക്കണം, ഏത് ട്രേഡ് എടുക്കണം, ഏത് ട്രേഡ് എടുക്കരുത്, ഇത്തരത്തിലുള്ള മുഴുവൻ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതാണ് സിസ്റ്റമാറ്റിക് ആക്റ്റീവ് ഇക്വിറ്റി അപ്രോച്ച് അലാദ്ദീൻ. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ ടെക്നോളജി ഇവർ ഈ ഫണ്ടിലോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളത്. ഈ അലാദ്ദീൻ എന്ന് പറയുന്ന ടെക്നോളജി ഇത്ര വർത്തായിട്ടുള്ളൊരു സാധനമാണോ? അലാദ്ദീൻ കൺട്രോൾ ചെയ്യുന്നത് 4 വെർട്ടിക്കൽസ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്. പോർട്ട്ഫോളിയോ, നമ്മുടെ ആ സ്റ്റോക്കിൻ്റെ കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നു. അനാലിസിസ് ആൻഡ് റിസ്ക് മാനേജ് ചെയ്യുന്നു. റിസ്ക് മാനേജ് എന്ന് പറഞ്ഞാൽ റിസ്ക് കുറച്ചുള്ള എക്സിക്യൂഷൻസ് നടത്തുന്നു. കാരണം ഹ്യൂമൻ കൺട്രോൾ അതിൽ വരുന്നില്ല. ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, വാങ്ങലും വിൽക്കലും നടത്തുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യുന്നു. അതായത് മനുഷ്യൻ്റെ ഇൻവോൾവ്മെൻറ്റ് കുറച്ചുകൊണ്ട് ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി നമ്മുടെ ഇമോഷൻസ് വരുന്നില്ല. അതായത് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനും ചില സ്റ്റോക്സുകൾ കാണാനും വിൽക്കുമ്പോഴും വാങ്ങാനും ചില സ്റ്റോക്കിനോടൊരു പ്രത്യേക അട്രാക്ഷൻസൊക്കെ നമുക്ക് വരും. പക്ഷെ ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഒരു ഇമോഷനും എടുക്കാതെ ഫുള്ള് ടെക്നോളജി ടെക്നോളജി ഒരിക്കലും ഇമോഷൻ ഇല്ല. ടെക്നോളജി വർക്ക് ചെയ്യുന്നത് ഡാറ്റയുടെ സഹായത്തോടെയാണ്. അതുകൊണ്ടാണ് ഡാറ്റ അനലിറ്റിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കൈകോർത്ത് വരുന്ന ഇവരുടെ പ്ലാറ്റ്ഫോമാണ് ഈ അലാദ്ദീൻ എന്ന് പറയുന്നത്. ടെക്നോളജി ഈസ് അമേസിങ്, ഒരു സംശയമില്ല. പക്ഷേ നമുക്ക് 4ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം നോക്കണം. ഈ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ആയിരിക്കുമല്ലോ ഡെഫിനറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു ടെക്നോളജി ഇവരുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ടെക്നോളജി ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ മാനേജ് ചെയ്യുന്ന മിക്ക ഫണ്ടുകളും ഇവർ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള 2 പ്രധാനപ്പെട്ടുള്ള ഫണ്ടുകളാണ്, ഒന്ന് BGF ഇന്ത്യ ഫണ്ട്, അതേപോലെ തന്നെ വരുന്നതാണ് എമർജിംഗ് മാർക്കറ്റ് ഫണ്ട്. ഇതാണ് നമ്മുടെ 4ാമത്തെ ചെക്ക് പോയിന്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇവരുടെ ട്രാക്ക് റെക്കോർഡ്, ഇവരുടെ ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കുന്നു. ജിയോ ബ്ലാക്ക് റോക്ക് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഫ്ലെക്സി ക്യാപ് മ്യൂച്വൽ ഫണ്ട് നമുക്ക് ഒരുപക്ഷെ പുതിയതായിരിക്കും. പക്ഷേ ഈ ബ്ലാക്ക് റോക്ക് ഇന്ത്യയിൽ ഓൾറെഡി ഫണ്ടുകൾ മാനേജ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് റോക്ക് ഗ്ലോബൽ ഫണ്ട്, BGF ഇന്ത്യ എന്നാണ് ഇതിൻ്റെ പേര്. സോ ഈ BGF ഇന്ത്യ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ളൊരു ഫണ്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഇവർ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ഈ അലാദ്ദീൻ ടെക്നോളജി ഇവർ ഉപയോഗിക്കുമല്ലോ. ഡെഫിനറ്റ് ആയിട്ടും ഇവർ ഈ ഫണ്ടിലും ഈ ടെക്നോളജി ഉപയോഗിക്കും. പക്ഷേ ഞാൻ ഈ BGF ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് മെഷർ ചെയ്തു. ചില സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടു കൂടി ഞാൻ ഇതിൻ്റെ ഈ BGF ഇന്ത്യയുടെ പെർഫോമൻസ് ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതായത് BGF ഇന്ത്യ എന്ന് പറയുന്ന ഇവരുടെ ഫണ്ട്, ഇന്ത്യയിലുള്ള ഈ ഫണ്ട് MSCI ഇൻഡെക്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. ആ MSCI ഇൻഡെക്സും ഈ ഫണ്ടും തമ്മിലുള്ള ഒരു പെർഫോമൻസ് കമ്പാരിസൺ നടത്തി. ബ്ലൂ എന്ന് പറയുന്നത് ഈ ഫണ്ടിൻ്റെ പെർഫോമൻസും ഈ ഓറഞ്ച് കളറിലുള്ളത് MSCI ഇൻഡെക്സ് എന്ന് പറയുന്ന ഇതിൻ്റെ പെർഫോമൻസ് ആണ്. കാരണം ഈ ഫണ്ട് ട്രാക്ക് ചെയ്യുന്നത് MSCI ഇൻഡെക്സിനാണ്. സോ അതിൻ്റെ ഇൻഡെക്സുമായിട്ടാണ് അതിനെ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത്. അപ്പം ഞാൻ 3 ഇയേഴ്സ് 5 ഇയേഴ്സ് 10 ഇയേഴ്സ് കമ്പാരിസൺ നടത്തിയ സമയത്ത് 3 വർഷത്തിൽ എനിക്ക് മനസ്സിലായത് -4.5% ഈ ഫണ്ട് ഡൗൺ ആയിട്ട് കാണിക്കുന്നു. അതായത് ബെഞ്ച് മാർക്കിൻ്റെ അടുത്ത് പോലും എത്തിയില്ല എന്നർത്ഥം. 5 വർഷത്തെ ഡാറ്റ എടുത്ത സമയത്ത് -4.42% ഈ ഫണ്ട് ഡൗൺ ആണ്. എന്നാൽ 10 വർഷത്തെ ഡാറ്റ എടുത്ത സമയത്ത് -2.94% ഈ ഫണ്ട് ഡൗൺ ആണ്. അതായത് എനിക്കിതിന് മനസ്സിലായത് ബ്ലാക്ക് റോക്ക് ഗ്ലോബൽ ഫണ്ട് ഇന്ത്യ BGF ഫണ്ട് ഇത്രയും ടെക്നോളജികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് അതിൻ്റെ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിച്ചില്ല? സോ ഈ ടെക്നോളജി ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അത്രയും സൂപ്പറാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് നമുക്ക് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ചിന്തിക്കേണ്ട കാര്യം. അടുത്തൊരു ഫണ്ടാണ് ബ്ലാക്ക് റോക്ക് എമർജിംഗ് ഫണ്ട്. ഇതും ഇവർ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന ഒരു ഫണ്ടാണ്. ബ്ലാക്ക് റോക്ക് എമർജിംഗ് ഫണ്ട് ഫോളോ ചെയ്യുന്നത് MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിനെയാണ്. ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റഡി നടത്തി. ഇതിൽ ഈ വയലറ്റ് കളറിൽ കാണുന്നത് ബ്ലാക്ക് റോക്കിൻ്റെ റിട്ടേൺ ആണ്, 3 ഇയർ 5 ഇയർ 10 ഇയർ റിട്ടേൺ. ഈ യെല്ലോ കളറിൽ കാണുന്നത് ഈ MSCI എമർജിംഗ് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഫണ്ട് ട്രാക്ക് ചെയ്യുന്ന ഇൻഡെക്സിൻ്റെ റിട്ടേൺ ആണ്. 3 വർഷവും 5 വർഷവും 10
വർഷം എടുത്ത് നോക്കിയപ്പോൾ -2.70, -2.70, -1.80 ഇത്രയും റേഷ്യോയിൽ ഇതിനെ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻഡെക്സിൻ്റെ റിട്ടേൺ പോലും കൊണ്ടുവരാൻ ബ്ലാക്ക് റോക്ക് എമർജിംഗ് മാർക്കറ്റ് ഫണ്ടിന് സാധിച്ചില്ല. ഇപ്പോൾ BGF ഇന്ത്യ ഫണ്ട് എടുത്താലും ബ്ലാക്ക് റോക്ക് എമർജിംഗ് ഫണ്ട് എടുത്തു കഴിഞ്ഞാലും ഈ ഫണ്ടിന് ഇത്രയും ടെക്നോളജികളുള്ള ഈ കമ്പനിക്ക്, ബ്ലാക്ക് റോക്കിൻ്റെ ഫണ്ടാണെന്ന് ആലോചിക്കണം, ജിയോ വരാതെ ബ്ലാക്ക് റോക്ക് മാത്രം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഫണ്ടിന് ഈ ഒരു റിട്ടേൺ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അതായത് അതിന് ഇൻഡെക്സിൻ്റെ അടുത്ത് പോലും എത്താനായിട്ട് അതിന് സാധിച്ചിട്ടില്ല. സോ ഈ ടെക്നോളജി ഇതിന് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഇനി നമ്മൾ 5ാമത്തെ ചെക്ക് പോയിന്റിലോട്ട് കടക്കുകയാണ്. ഇത് പറയുന്നതിന് മുന്നായിട്ട് ഒരൊറ്റ കാര്യം കൂടി, ഇത്രയും സമയം നിങ്ങൾ ഈ വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോക്ക് നിങ്ങളുടെ ഒരു സ്നേഹമായിട്ട് നിങ്ങളൊരു ലൈക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ 5ാമത്തെ ചെക്ക് പോയിന്റ് ആണ്, നമ്മുടെ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളിലെ ഏറ്റവും കീ പോയിന്റ് ആണ് അവിടുത്തെ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത്. ആ ഫണ്ട് മാനേജറുടെ കയ്യിലോട്ടാണ് നമ്മൾ ഓരോ തവണയും കൊടുക്കുന്ന SIP ആണെങ്കിലും ലംസം ആണെങ്കിലും ഈ ഫണ്ട് മാനേജറുടെ സ്കിൽ എന്താണ്, ഇവരുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5ാമത്തെ ചെക്ക് പോയിന്റ് ആയിട്ട് കാണുന്നത്. ഇതിന്റെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് തൻവി കച്ചേരിയ എന്ന് പറയുന്നു. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവരൊരു ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. സെക്കൻഡ് ഫണ്ട് മാനേജർ ഈ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടിനെ മാനേജ് ചെയ്യുന്ന സാഹിൽ ചൗധരി. ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. എന്നാൽ ഞാൻ ഇതിൻ്റെ ഡീപ്പായിട്ടൊന്ന് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത് ഇവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് റിസർച്ചിലും പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലും ഇവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ ഇവരുടെ മെജോറിറ്റി ഓഫ് ദി എക്സ്പീരിയൻസ് കിടക്കുന്നത് ഫിക്സ്ഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് തരുന്ന ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളാണ് ജനറലി ആ കാറ്റഗറിയിൽ വരുന്നത്. മൾട്ടി അസറ്റ് ഫണ്ടുകൾ നിങ്ങൾക്കറിയാം ഹൈബ്രിഡ് ടൈപ്പ് ഫണ്ടുകളാണ്. ഇതിലാണ് ഇവരുടെ എക്സ്പീരിയൻസ് കിടക്കുന്നത്. ഇവർക്ക് ഡയറക്റ്റ് ഇക്വിറ്റി ഫണ്ട് മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ജിയോ ബ്ലാക്ക് റോക്ക് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഫണ്ട് തരുന്നത് ആക്റ്റീവ് ഇക്വിറ്റി ഫണ്ട് മാനേജ്മെന്റ് ആണ്. പക്ഷെ ഈ ആക്റ്റീവ് ഇക്വിറ്റി ഫണ്ട് മാനേജ്മെന്റിൽ ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. എന്നാൽ ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് എന്തിലാണ്? ഫിക്സ്ഡ് ഇൻകം ആൻഡ് മൾട്ടി അസറ്റ് മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വേറൊരു മേഖലയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആക്റ്റീവ് ഇക്വിറ്റി ഫണ്ടിലോട്ട് വരുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം അവരുടെ സ്കിൽസ് ഇവിടെ എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് മുന്നിലുള്ള വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഉണ്ടായിരിക്കണം. ഫ്ലെക്സി ക്യാപ്പ് ആണെങ്കിലും മൾട്ടി ക്യാപ്പ് ആണെങ്കിലും മറ്റ് ലാർജ്, മിഡ്, സ്മാൾ പല ടൈപ്പ് ഓഫ് ഫണ്ടുകൾ ഉണ്ടായിരിക്കണം. അതിൽ തന്നെ നമുക്ക് കോർ പോർട്ട്ഫോളിയോയും സാറ്റലൈറ്റ് പോർട്ട്ഫോളിയോ ആയിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റണം. അതുപോലെ തന്നെ നല്ല ഒരു കൂട്ടം ETFകൾ ഉണ്ടായിരിക്കണം. മൊമെൻറ്റം ബേസ്ഡും വാല്യൂ ബേസ്ഡും ബ്ലെൻഡഡ് ബേസ്ഡ് അപ്രോച്ചിലും ഫോളോ ചെയ്യുന്ന ETFകൾ ഉണ്ടായിരിക്കണം. നല്ല സ്റ്റോക്സുകൾ നമ്മൾ പിക്ക് ചെയ്ത് അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കൃത്യമായി അതിൻ്റെ എൻട്രി പോയിന്റിൽ നമുക്ക് എൻറ്റർ ചെയ്യുവാനും അത് ലോങ് ടേം സ്റ്റോക്കുകളായിട്ടാണെങ്കിലും സ്വിംഗ് സ്റ്റോക്സുകളായിട്ടാണെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റണം. ഇതിന് കൃത്യമായ ഒരു വാച്ച് ലിസ്റ്റുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള നമുക്കൊരു എൻട്രി എക്സിറ്റ് എല്ലാം കൃത്യമായി നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും ETF-കളെക്കുറിച്ചും സ്റ്റോക്സുകളെക്കുറിച്ചും ഇനി മുതൽ ഞാൻ എൻ്റെ യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് യൂട്യൂബ് മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഉള്ള ജോയിൻ ബട്ടൺ ചാനലിലുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ജിയോ ബ്ലാക്ക് റോക്ക് ഫണ്ടിൽ നിങ്ങളുടെ മറ്റു ഫണ്ടുകളിൽ നിന്ന് മാറേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡെഫിനറ്റായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്തൊരു തീരുമാനം എടുക്കുക. ഈ വീഡിയോ നിന്ന് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ, അതിൻ്റെ ഒരു ഹിൻറ്റ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഏതൊക്കെ ഫണ്ടുകളാണ് നിങ്ങളുടെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ളത് എന്ന് നിങ്ങൾ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ ചേർക്കുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യും, ഈ ചാനലിൻ്റെ ലൈഫ് ലോങ് സബ്സ്ക്രൈബർ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. അടുത്ത ആഴ്ചകളിൽ മറ്റു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.